1116 എപ്പിസോഡ് അടങ്ങുന്ന ഇപ്പോഴും ഓൺഗോയിങ് ആയിട്ട് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ആനിമയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. സംഭവത്തിൻ്റെ പേര് ഒറ്റ കഷ്ണം അല്ലെങ്കിൽ വൺ പീസ്. അപ്പോൾ ഈ ഒരു വൺ പീസ് എന്ന് പറയുന്ന ഈ പേര് ഞാൻ ആനിമേ എന്ന് പറയുന്ന സംഭവം കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ്. അതായത് ആനിമേ ഞാൻ എന്ന് സ്റ്റാർട്ട് ചെയ്തു ആ മൊമെൻറ്റ് തൊട്ട് തന്നെ എൻ്റെ ചെവികളിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് വൺ പീസ്. വൺ പീസ് കാണും കിട്ടു. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ ഒരു സംഭവത്തിനകത്ത് എന്താണ് ആൾക്കാർ എത്ര പൊക്കി പറയാനുള്ളത്? അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ട് ഇങ്ങനെ ഓൺഗോയിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ആനിമയ്ക്കകത്ത് എന്താ എത്ര കാണുക? അത്രയ്ക്കും ഫീലിംഗ് ഉണ്ടാകുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടാവുമോ എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പല എഡിറ്റ്സും വാട്സപ്പ് സ്റ്റാറ്റസുകളും ചെറിയ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സമയത്തൊന്നും എനിക്ക് വൺ പീസിനോടോ അല്ലെങ്കിൽ ആ ഒരു വേൾഡിനോടോ ഒരു ഹുക്ക് തോന്നിയിട്ടില്ല. ഈ കാരണം കൊണ്ട് തന്നെ ഞാനിത് പല വട്ടങ്ങളായിട്ട് മാറ്റി വെച്ചിട്ട് 2022 ജൂണിൽ ഞാൻ വൺ പീസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് തുടങ്ങി ഇന്ന് ഈ ഒരു ഡേറ്റിലാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വൺ പീസിൻ്റെ വാനോ ആർക്ക് ഫിനിഷ് ചെയ്യുന്നത്. വാനോ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ആ ഒരു ചോദ്യം ചോദിച്ചു, എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഒരു വൺ പീസ് എന്ന് പറയുന്ന ആനിമെ എത്രയധികം ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ വൺ പീസിന് എന്താണ് ഇത്ര സ്പെഷ്യലായിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരാൾക്കും പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. വൺ പീസ് എന്ന് പറയുന്ന ആനിമെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺഎക്സ്പ്ലെയിനബിൾ ആണ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരിക്കലും പറ്റത്തില്ല. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ആനിമെ ഉണ്ടാക്കി തന്നേക്കുന്ന എഫക്റ്റ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൂടെ ഈ ഒരു ആനിമെ കൊണ്ടുപോയിക്കുന്ന ഫീലിങ്സ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് എന്ത് രീതിക്ക് എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എനിക്കൊരു ആനിമെ കണ്ടു തീർത്ത സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു വാനോ ആർക്ക് വരെ ഫിനിഷ് ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ എന്തോ ഒരു വലിയ സംഭവം ഞാൻ നേടിയെടുത്തു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊരു വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ഒരു ലക്ഷ്യം, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, പക്ഷേ അതിലൊരു മെയിൻ ലക്ഷ്യം അക്കംപ്ലിഷ് ചെയ്തൊരു ഫീലായിരുന്നു ആക്ച്വലി എനിക്ക് ഒരു വൺ പീസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടായിരിക്കുന്നത്. അത്രയ്ക്ക് വലിയൊരു ജേർണി, ഒരു മാസീവ് ജേർണിയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടെ പോരുന്നൊരു ആനിമയാണ് വൺ പീസ് എന്ന് പറയുന്നത്. പലയിടങ്ങളിലായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, പലയിടങ്ങളിലായിട്ട് ഞാൻ വലിയ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം 2 വർഷം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ദിവസവും കുത്തിപ്പിടിച്ചിരുന്ന് കണ്ടിട്ടല്ല ഞാൻ ഈ ഒരു ആനിമെ തീർത്തേക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ട് മറ്റ് ആനിമേസും മറ്റ് സീരീസും ഒക്കെ കണ്ടിട്ട് പിന്നീട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെ പലയിടങ്ങളിലായിട്ട് ചെറിയ സ്കിപ്പൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ആനിമെ കണ്ട് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമെ മൊത്തത്തിൽ ചില സീസൺസ് സ്കിപ്പ് ചെയ്ത് പോയി എന്നല്ല. ഇപ്പം നമ്മൾ കണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ ലാഗ് അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങനെ പോകും. അല്ലാണ്ട് ചില ഹുക്ക് അടിക്കുന്ന മൊമെൻറ്റ്സ് ആണെങ്കിൽ അതുപോലെ ബിഞ്ചടിച്ചിരുന്ന് കാണുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ജാതി ജേർണിയായിരുന്നു. എൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ യാത്രയുടെ ഒരു ഭാഗമായിരുന്നു വൺ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടൈം കൺസ്യൂം ചെയ്ത് സമയം എടുത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു ആനിമെ കണ്ടു തീർത്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീലിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇടിപിടിയെന്ന് കണ്ടു തീർക്കാണ്ട് അത് അറിഞ്ഞ് മനസ്സിലാക്കി ഫീൽ ചെയ്ത് കണ്ടു. അപ്പോൾ ഈ ഒരു ആനിമെ കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, വൺ പീസ് എന്താണെന്ന് അറിയണം. വൺ പീസിൽ എന്താണ് ഇത്ര സ്പെഷ്യൽ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടു തന്നെ മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു പ്ലോട്ട് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ചെറുപ്പക്കാർ വൺ പീസ് എന്ന പേരുള്ള ഒരു നിധി കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരെന്ന് പറയുന്ന സാധാരണ ആൾക്കാരല്ല, പൈററ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പൈററ്റ്സിലെ ഒന്നാമനാണ് മങ്കി ഡി ലൂഫി. അപ്പം ലുഫി എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഒരു പൈററ്റ് ക്രൂവിൻ്റെ തന്നെ ക്യാപ്റ്റനാണ്. എന്താണ് ലുഫിക്ക് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ ലുഫിയെ പറ്റി ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ലുഫിക്ക് ഭയങ്കര അധികം വിശം തരുന്നൊരു സമയത്ത് ടമ എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ വിശപ്പ് പോലും മാറ്റി വെച്ചിട്ട് ഒരു പാത്രം ചോറ് അവന് കൊടുക്കുകയുണ്ടായി. അപ്പം ലുഫി ഈ ചോറ് കഴിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ പാവം പെൺകുട്ടി ഒരുപാട് കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഒരു ഈവിൾ എംപററുണ്ട്. ഈ എംപറർ ഭയങ്കര പ്രശ്നമാണ്. അവൻ പല ആൾക്കാർക്കും പ്രോപ്പറായിട്ട് ജീവിക്കാനുള്ളൊരു അവസരം പോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പെൺകുട്ടിയും ഭയങ്കര അധികം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പാത്രം ചോറ് തന്നതിൻ്റെ പ്രത്യുപകാരമായിട്ട് ആ ഒരു എംപററിനെ ഇല്ലാണ്ടാക്കാൻ പോയ ക്യാരക്ടറാണ് മങ്കി ഡി ലൂഫി എന്ന് പറയുന്നത്. ഇവിടം കൊണ്ട് തീരുന്നില്ല. മങ്കി ഡി ലൂഫിയുടെ തൊട്ട് താഴെയായിട്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെയായിട്ട് വേറൊരു ക്യാരക്ടറുണ്ട്, സോറോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി സിമ്പിളായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ ചെല്ലണം, അതായത് തൊട്ടടുത്തുള്ളൊരു കട വരെ ചെല്ലണം. അപ്പോൾ ഈ ഒരു സോറോയും കൂട്ടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത സമയത്ത് തന്നെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറ്റും. കാരണം ഇത്രയും നല്ലൊരു നാവിഗേറ്റർ വേറെ എവിടെയില്ല. പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കാൻ സോറോയെ കഴിഞ്ഞിട്ടേ ഒരാളുള്ളൂ. സോറോ ഒരു സ്പോർട്ട്മാനും കൂടെയാണ്, അല്ലെങ്കിൽ വാളൊക്കെ വെച്ചിട്ട് 3 വാളൊക്കെ വെച്ചിട്ട് പടയെന്നും പറഞ്ഞ് കീറാൻ അറിയാവുന്ന ഒരു കിടുക്കൻ ക്യാരക്ടറാണ് നമ്മുടെ സോറോ. ലൂഫിയുടെ ഒരു നിഴലെന്ന് വേണമെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ പറയാൻ പറ്റും. അത്രമാത്രം 2 ക്യാരക്ടേഴ്സിനിടയിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടം കൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല. അടുത്ത ആളായിട്ട് നാമി ഉണ്ട്. അപ്പോൾ ഈ നാമി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ആക്ച്വലി ഒരു പൈററ്റ് ക്രൂവിനെ തന്നെ ഒന്ന് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നത്. ക്യാപ്റ്റനായിട്ട് മങ്കി ഡി ലൂഫി ഉണ്ടെങ്കിൽ കൂടെ നാമിയാണ് പരിപാടീസൊക്കെ ഏകദേശം ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകുന്നത്.
അതായത് ഈ ഒരു ക്യാരക്ടറിനെ വേണമെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് ഒന്നിപ്പിച്ച് കൂട്ടി നിർത്തി നേരാവണ്ണം കൊണ്ടുവന്ന ക്യാരക്ടറായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നാമിയെ പറ്റി പറയുന്ന സമയത്ത് തന്നെ വിടാൻ പറ്റാത്തൊരു ക്യാരക്ടറുണ്ട്, സാഞ്ചി. ഈ ഒരു പൈററ്റ് ക്രൂവിലെ കിണ്ണം കാച്ചി കുക്കാണ്. അതായത് ഇവൻ കുക്ക് ചെയ്ത് എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പൊളിയായിരിക്കും. ഞാൻ പറഞ്ഞതല്ല, ആ ഒരു ക്രൂവിലുള്ള ആൾക്കാർ പറഞ്ഞേക്കുന്നതാണ്. അപ്പം സാഞ്ചിയും നാമിയും തമ്മിലുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു അതായത് കാട്ടുകോഴി നാമിയുടെ പുറകിന് നടന്ന് വെറുപ്പിക്കുന്ന ഒരു കിണ്ണം കാച്ചി ക്യാരക്ടറാണ് സാഞ്ചി. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിയൊക്കെ വലിയൊരു കോഴിയായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സാഞ്ചിയെ ഒന്ന് നല്ല പോലെ കണ്ട് മനസ്സിലാക്കുക. ഇതുപോലൊരു കോഴി, അതായത് സിംബിങ്ങിൻ്റെയൊക്കെ എക്സ്ട്രീം വേർഷനാണ് സാഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടർ. പെണ്ണ് എവിടെയുണ്ടോ മണത്തറിയും, അമ്മാതിരി സാധനം. അപ്പം ഇവിടം കൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല, ഇനിയുണ്ട് ഉസോപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ സാധാരണ ഐറ്റം അല്ല. ഇപ്പം നമ്മുടെ ലുഫിയെ കൊണ്ടോ സാഞ്ചിയെ കൊണ്ടോ സോറോയെ കൊണ്ടോ ഒന്നും ഒരു പരിപാടി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോഡ് ഡി ഉസോപ്പ് അങ്ങോട്ട് ഇറങ്ങും. ഇവൻ ഇറങ്ങിക്കഴിഞ്ഞോണ്ടല്ലോ പരിപാടി തീർന്നു. അണ്ണൻ ഇറങ്ങി ഒരു ഇടി ഇടിച്ചാൽ മതി, ഏത് വില്ലനും കണ്ടം വഴി ഓടും. ഇങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിലെ സ്നൈപ്പർ കിങ്. നമ്മുടെ പബ്ജി സ്ക്വാഡിലും ഫ്രീ ഫയർ സ്ക്വാഡിലും ഒക്കെ ഒരു സ്നൈപ്പർകാരൻ കാണൂല. അപ്പോൾ ഇവരുടെ പൈററ്റ് ക്രൂവിൻ്റെ സ്നൈപ്പർ ഈ ഒരു ഉസോപ്പാണ്. ഉസോപ്പ് കഴിഞ്ഞിട്ട് വേറൊരു ഡോക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കപ്പലൊക്കെ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് നടത്തുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ഇവരുടെ ക്രൂവിലുണ്ട്. പക്ഷേ എല്ലാവരെ പറ്റി ഞാൻ പറയുന്നില്ല, അത് കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനൊരു ക്രൂ ആണ് ഇവരുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ക്രൂ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം മക്കളെ. അതായത് ഇങ്ങനൊരു ക്രൂ എന്ത് ചെയ്യുന്നു കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ആനിമേ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഇവരൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടായി മാറി. അതായത് ഇവരൊക്കെ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചിരുത്തിയിട്ട് അവനെപ്പറ്റി പറയത്തില്ല. അതായത് ഇവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, അവൻ നമ്മുടെ ചങ്കാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്ന പോലെ വേണമെങ്കിൽ ഇത്രയും അടുപ്പമുള്ള ഒരാളെ പറ്റി പറയുന്ന കണക്കിന് നമുക്ക് ഈ ഒരു ക്യാരക്ടേഴ്സിനെ പറ്റി പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് ഗംഭീര വില്ലന്മാർ വരുന്നുണ്ട്, ഒരുപാട് ഗംഭീര സ്റ്റോറി ലൈൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ മറൈൻ ഫോർഡ് ആർക്കിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറൈൻ ഫോർഡ് എന്ന് പറയുന്ന ഒരു ആർക്ക് എത്ര ഗംഭീരമാണ്. അങ്ങനെ ഒരുപാട് കിണ്ണം കാച്ചി ആർക്സ് ഉണ്ട്. ഇപ്പം ഞാൻ വാനോ ആർക്കിനെ പറ്റി പറഞ്ഞു. ആനിമേ ഹിസ്റ്ററിയിലെ തന്നെ പീക്കസ്റ്റ് ആയിട്ടുള്ള, അതായത് ഗംഭീരമായിട്ടുള്ള കുറച്ച് ആർക്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊണ്ടുവെക്കാൻ പറ്റുന്നൊരു മാരക ഐറ്റമാണ് വാനോ ആർക്ക്. ഞാൻ വൺ പീസിലെ പല ആർക്സും, അതായത് മറൈൻ ഫോർഡ് ഒഴികെ ബാക്കി പല ആർക്സും പതിയാണ് കണ്ടുപോയത്. ചില സമയത്തൊക്കെ എനിക്ക് നല്ലപോലെ ലാഗ് അടിച്ചിരുന്നു. എസ്പെഷ്യലി ഡ്രസ്സറോസ ആർക്കിൻ്റെ ഒക്കെ ഒരു ഇടഭാഗമൊക്കെ ആയപ്പോഴത്തേനും കുറച്ച് നല്ലപോലെ ലാഗ് അടിച്ചായിരുന്നു. അതിൻ്റെ അവസാന ഭാഗമൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ വാനോ ആർക്ക് ഇരുന്നങ്ങ് കണ്ടു. അതായത് ബിഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 10-15 എപ്പിസോഡൊക്കെ ഞാൻ വാനോട് ഇരുന്ന് കണ്ടായിരുന്നു. അത്രയ്ക്ക് ഗംഭീര ഐറ്റം. അപ്പം അതുപോലത്തെ മാരക ഗംഭീരമായിട്ടുള്ള ആർക്സ് ഒക്കെ ഉണ്ട്. എടുത്തു പറയാൻ പറ്റുന്ന മാരക ഗംഭീരമായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഈ വാനോ ആർക്കിൻ്റെ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോഴത്തേനും ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ പൊന്നു മക്കളെ, രോമം എണീറ്റ് നിന്നിട്ടുണ്ടല്ലോ, ഡിസ്കോ ഡാൻസ് വിളിക്കും. അമ്മാതിരി സാധനങ്ങൾ, അമ്മാതിരി കുറേ ഐറ്റംസ് ഈ ഒരു വാനോ ആർക്കിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൺ പീസിലും ഉണ്ട്. അപ്പം അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ പീസ് കാണുക തന്നെ ചെയ്യണം. ഇനി എനിക്ക് അങ്ങോട്ട് പറയാനുള്ള കുറച്ച് സ്പോയിലേഴ്സാണ്. അപ്പോൾ വൺ പീസ് കണ്ടു തീർത്തിട്ടുള്ള ചില ആൾക്കാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള കാര്യം കൂടെ കേൾക്കുക. ഇത്രയും പറഞ്ഞു പോയ സമയത്ത് എനിക്ക് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വൺ പീസ് എന്ന് പറയുന്ന ആനിമേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെൻറ്റ്, അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു ആനിമേ കണ്ടത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 1015ാമത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ്. ആ ഒരു എപ്പിസോഡിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അതുണ്ടല്ലോ പ്യുവർ സിനിമയാണ്. അതായത് പല ക്യാരക്ടേഴ്സിനെ കാണിച്ച് ആനിമേഷനൊക്കെ സ്മൂത്ത് ബെറ്റർ ആയിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ഉണ്ട്. അതായത് ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ കിട്ടുന്നൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് ഉണ്ട് അവിടെ നിന്ന്. അതായത് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കി പല ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കാണിച്ച് പോയി അവസാനമാകുമ്പോൾ, അതായത് ആ ഒരു എപ്പിസോഡിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ തന്നെ ഒരു ഷോട്ടുണ്ട് നമ്മുടെ കൈഡോയെ അതുപോലെ തന്നെ ബിഗ് മമ്മിനെയും കൂടെ ഈ ഒരു ലുഫി ഫേസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ രണ്ട് ജയൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അതല്ലെങ്കിൽ രണ്ട് വമ്പൻ ക്യാരക്ടേഴ്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ നാട്ടുക്ക് കൂടെ ലുഫി ഇങ്ങനെ പോകുന്നൊരു ഷോട്ടുണ്ട്. തൊട്ട് പുറകിൽ കിനമോൺ എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടർ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രൂ മെമ്പേഴ്സും കൂടെ ഇങ്ങനെ കിടക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗ്യാങ് ഇങ്ങനെ ഇവരുടെ അടി കൊണ്ട് അവശരായിട്ട് കിടക്കണം. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ലുഫി പോകുന്നത്. അപ്പോൾ ആ പോകുന്ന മൊമെൻറ്റ് ഷോട്ട് പീക്ക്, അതായത് രോമൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്ന് എനിക്ക് ആ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഇത്രയ്ക്കും രോമാഞ്ചം അടിച്ച് കണ്ട ഒരു എപ്പിസോഡ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയധികം ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു എപ്പിസോഡ് ഞാൻ വേറെ കണ്ടിട്ടില്ല. എനിക്ക് ഈവൻ ആ ഒരു ഡ്രംസ് ഓഫ് ലിബറേഷനും കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് പോലും ഇത്രയും രോമാഞ്ചം ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് വൺ പീസിൽ എൻ്റെ ഫേവറേറ്റ് എപ്പിസോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു 1015ാമത്തെ എപ്പിസോഡാണ്. പ്യുവർ സിനിമ അതായിരുന്നു ഫേവറേറ്റ് എപ്പിസോഡ്. പിന്നെ അങ്ങോട്ട് ജോയ്ബോയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ആനിമേ കണ്ടു തീർത്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു വൺ പീസ് കണ്ടു തീർത്തിട്ടുള്ള ഒരു ആരാധകനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും പീക്കസ്റ്റ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ വാനോ ആർക്ക് ഫിനിഷ് ചെയ്ത സമയത്ത്, അതായത് ആ ഒരു ഫിനിഷ് ചെയ്യുന്ന ഒരു 3-4 എപ്പിസോഡ് ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്.
ആ പോയിന്റിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ലൈഫിൽ എന്തോ ഒരു കാര്യം നേടിയെടുത്തു എന്നുള്ളത്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ആനിമയായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, അതായത് ഈവൻ നറൂത്തോയെ കഴിഞ്ഞും ബെറ്റർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ആനിമ. ഞാൻ നറൂത്തോ ആണ് ഏറ്റവും ഗംഭീര ആനിമ, അല്ലെങ്കിൽ നറൂത്തോയെ പോലെ ഒരു ആനിമ എനിക്ക് കാണാൻ പറ്റത്തില്ല എന്നാണ് കരുതിയത്. പക്ഷേ ദിസ് വൺ ഈസ് സ്പെഷ്യൽ. അതായത് വൺ പീസ് എന്ന് പറയുന്നത് അതൊരു ജേർണിയാണ്. അത് നറൂത്തോ പോലെ തന്നെ ഒരു ജേർണിയാണ്. ഇതിനെ കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും വൺ പീസ് തന്നെ പറയും. പക്ഷേ രണ്ടും നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് അതൊന്ന് വേറെയാണ്. അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്ന രണ്ട് ആനിമേസാണ് നറൂത്തോയും വൺ പീസും. അതാദ്യം എനിക്ക് നറൂത്തോ പറഞ്ഞു തന്നു, ഇപ്പോൾ വൺ പീസ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതായത് ഒരുപാട് സംഭവങ്ങൾ ഈ ലുഫിയുടെ ക്യാരക്ടറൊക്കെ വെച്ച് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാൻ പറ്റും. ജീവിതത്തിലൊക്കെ ശരിക്കും ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഈ ഒരു ലുഫി പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇതിലെ പല ക്യാരക്ടേഴ്സും പറഞ്ഞു തരും. ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ സ്റ്റോറീസ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരും. സോ വൺ പീസ് ഈസ് സംതിങ് എൽസ് മാൻ. ഇതിനെപ്പറ്റി ഇനി ഞാൻ ഒരുപാട് പറയുന്നില്ല, പക്ഷേ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സിനെ പറ്റി പറയാനുണ്ട്. ഇപ്പോൾ ഷാങ്സിനെ പറ്റി പറയാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ബേർഡിനെ പറ്റി പറയാനുണ്ട്, റോജറിനെ പറ്റി പറയാനുണ്ട്, ഗാർപ്പിനെ പറ്റി പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ പറ്റി, എയ്സിനെ പറ്റി പറയാനുണ്ട്. ബട്ട് എല്ലാവരെ പറ്റിയും ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ആർക്കിനെ പറ്റിയും അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള സ്റ്റോറിയെ പറ്റിയും. എസ്പെഷ്യലി സോറോയുടെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. ചെയ്തിരിക്കും മക്കളെ, കണ്ടു തീർത്തു. സോറോയുടെ വീഡിയോ കൺഫേം. അപ്പോൾ അതെല്ലാം ഒരു വീഡിയോസാക്കി ചെയ്യാം എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.